നമസ്കാരം. ഭാരതത്തിൻ്റെ നീതിന്യായ സംഹിതകൾ വാനോളം പുകഴ്പെറ്റതാണ്. യാതൊരു തരത്തിലും കുറവുകളില്ലാത്ത നീതിന്യായ സംഹിത നമുക്കുണ്ട്. എന്നാൽ പലപ്പോഴും ഈ നീതി നടപ്പാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. സാധാരണക്കാരനായാലും ഇനി ഏതെങ്കിലും തരത്തിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളാണെങ്കിൽ പോലും ഇവർക്കെല്ലാവർക്കും ഒരേപോലെ ഒരേ രീതിയിൽ നീതി പീഠങ്ങളിൽ നിന്നും ന്യായാസനങ്ങളിൽ നിന്നും അത് ലഭ്യമാകുന്നില്ല, നീതി ലഭ്യമാകുന്നില്ല എന്നുള്ള പരാതി പലപ്പോഴും ഉണ്ടെങ്കിലും നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ കുറ്റമറ്റത് തന്നെയാണ്. എന്താണ് ഇത് പറഞ്ഞു വരുന്നത് എന്ന് വിചാരിച്ചാൽ, നട്ടലുള്ള ആർജവമുള്ള, നീതി നടപ്പാക്കാൻ തൻ്റെ ഇടമുള്ള അല്ലെങ്കിൽ ഇച്ഛാശക്തിയുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നാട്ടിൽ നീതി നടപ്പാകും എന്ന് തന്നെയാണ് ഒരു സംഭവം ഉയർത്തിക്കാണിച്ചുകൊണ്ട് പറയാനാവുക. കഴിഞ്ഞ 2 ആഴ്ചക്കാലം മുമ്പ് കൊല്ലത്ത് ഒരു കോടതി സമുച്ചയം ഉദ്ഘാടനത്തിനെത്തിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ താൻ താമസിക്കുന്ന ഗവൺമെൻറ് റെസ്റ്റ് ഹൗസിന് ചുറ്റും ഫ്ലക്സ് ബോർഡുകൾ നിരന്നിരിക്കുന്നതായി മനസ്സിലാക്കി. അതായത് തൻ്റെ കാഴ്ചയ്ക്കപ്പുറം ഈ ഫ്ലക്സ് ബോർഡുകൾ മാത്രമാണുള്ളത്, മറ്റൊന്നും കാണാൻ സാധിക്കുന്നില്ല. നഗരത്തിലെ കാഴ്ചകൾ ആകമാനം മൂടിക്കൊണ്ട് എല്ലാ വശങ്ങളിലും ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നു, കൊടിതോരണങ്ങൾ, ബാനറുകൾ എല്ലാം ഉയർന്നിരിക്കുന്നു. ഇത് സാധാരണക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണ്. ശരിയായ രീതിയിൽ വഴി കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. നഗരത്തിൻ്റെയും നാടിൻ്റെയും എല്ലാം ഭംഗി നഷ്ടമാക്കിക്കൊണ്ട് തന്നെ മനുഷ്യരുടെ കാഴ്ചകൾ മറച്ചുകൊണ്ട് നിൽക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ നാടിന് അപകടമാണെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തിരിച്ചറിയുകയും ഉടനെ തന്നെ നഗരസഭാ സെക്രട്ടറിയെ വിളിച്ച് മണിക്കൂറുകൾക്കകം ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണം എന്ന ഉത്തരവ് ഇറക്കുകയും ചെയ്തു. എന്നാൽ തനിക്ക് ഇത് നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ സമയം വേണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റില്ല, മണിക്കൂറുകൾക്കകം ഇത് നീക്കം ചെയ്തിരിക്കണം എന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവായി പറഞ്ഞത്. എന്തായാലും ആ ഉത്തരവ് പാലിക്കപ്പെട്ടു. 2 മണിക്കൂറിനകം തന്നെ നഗരം ഫ്ലക്സ് വിമുക്തമായി എന്നുള്ളതാണ് അന്ന് കൊല്ലംകാർ മനസ്സിലാക്കിയത്. ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഇങ്ങനെയൊരു അനുഭവം ഉണ്ടായി. അതായത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നഗരങ്ങളിൽ കൊടിതോരണങ്ങളും ഫ്ലക്സുകളും കൊണ്ട് സാധാരണ യാത്രക്കാരുടെ കാഴ്ച മറയ്ക്കുന്ന ഈ കേസിന് പുറകെ ഇറങ്ങിത്തിരിച്ചിട്ട് മാസം 1-2 അദ്ദേഹം ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു. ഈ വരുന്ന 18-ാം തീയതിക്കകം തന്നെ നഗരത്തിലെ എല്ലാ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും നീക്കം ചെയ്യണം. മനുഷ്യൻ്റെ കാഴ്ചയെ മറയ്ക്കുന്ന തരത്തിൽ, അവൻ്റെ സഞ്ചാരത്തെ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വഴിയോരത്തോ അല്ല എന്നുണ്ടെങ്കിൽ കെട്ടിടങ്ങൾക്ക് സമീപമോ ഇരിക്കുന്ന എല്ലാ ഫ്ലക്സുകളും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എന്താവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും ഇത്തരം ഫ്ലക്സുകൾ ഉയർത്തിയിരിക്കുന്നതെങ്കിൽ അത് നീക്കം ചെയ്യണം, ഈ 18-ാം തീയതിക്കുള്ളിൽ തന്നെ നീക്കം ചെയ്യണം എന്നായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഉത്തരവിട്ടത്. എന്നാൽ പലപ്പോഴും ഇത് നീക്കം ചെയ്യുവാൻ വേണ്ടി നഗരസഭാ അധികൃതർക്ക് സാധിച്ചില്ല. കാരണം മറ്റൊന്നുമല്ല, രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദമുണ്ടാകും. അവർ വച്ചിരിക്കുന്ന ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നഗരസഭാ ഉദ്യോഗസ്ഥരുടെ ജോലി നഷ്ടപ്പെട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ സ്ഥലമാറ്റം ഉണ്ടായെന്നിരിക്കാം. എന്തായാലും രാഷ്ട്രീയക്കാരോട് കളിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ ഭാവി സുരക്ഷിതമായിരിക്കില്ല എന്ന് മനസ്സിലാക്കിയ നഗരസഭാ അധികൃതരാരും ഈ ഉത്തരവിനെ കാര്യമായി ഗൗനിച്ചില്ല. മുൻപ് പലപ്പോഴും ഇത്തരത്തിൽ ഫ്ലക്സ് നീക്കം ചെയ്യണമെന്നുള്ള പല ജഡ്ജിമാരുടെയും ഉത്തരവ് വന്നിട്ടുണ്ട്. എന്നാൽ അത് പിന്നീട് നടപ്പാക്കാതെ പോയിട്ടുണ്ട്. ആ ഒരു ധൈര്യത്തിലായിരുന്നു നഗരസഭാ അധ്യക്ഷന്മാരെല്ലാം നിലകൊണ്ടിരുന്നത്. എന്നാൽ താൻ പറഞ്ഞ വാക്കുകൾ പാലിക്കപ്പെടുന്നില്ലെന്നും നഗരത്തിലെ ഫ്ലക്സ് ബോർഡുകൾ അങ്ങനെ തന്നെ നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫിനെ വിളിച്ചു വരുത്തുകയും ഈ ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ ഉത്തരവിടണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിന് പേരിൽ നടപടികൾ കൈക്കൊള്ളും എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ഗത്യന്തരമില്ലാതെ ഉത്തരവിറക്കേണ്ടി വന്നു. ചുരുക്കി പറഞ്ഞാൽ ഗതികെട്ട് സർക്കാർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ മുന്നിൽ മുട്ടുമടക്കി ഉത്തരവിറക്കി. നഗരത്തിലുള്ള എല്ലാ ഫ്ലക്സ് ബോർഡുകളും കൊടിതോരണങ്ങളും ബാനറുകളും നീക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ഇച്ഛാശക്തിയുള്ള ഒരു ന്യായാധിപൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കപ്പെടും. രാഷ്ട്രീയക്കാരോ മറ്റ് അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ നിയമത്തെ അവഗണിച്ച് തള്ളിയാൽ പോലും ഉത്തരവാദിത്തമുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ന്യായാധിപൻ ഉണ്ടെങ്കിൽ അത് നടപ്പാകും. അത്തരം നീതി ജനങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഈ ഉത്തരവും. ഇതേ തുടർന്ന് ഇന്നലെ തിരുവനന്തപുരം നഗരം ക്ലീൻ സിറ്റിയായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നഗരത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഫ്ലക്സുകൾ, അതായത് CPM സമ്മേളനത്തിൻ്റെ വിളംബരം ചെയ്തുകൊണ്ട് ഇറക്കിയിരുന്ന
ഉയർത്തിയിരുന്ന വലിയ വലിയ കൂറ്റൻ ഫ്ലക്സുകളും ബാനറുകളും അടക്കം നഗരസഭാ ഉദ്യോഗസ്ഥർ അവരുടെ വണ്ടിയിൽ വലിച്ചു കീറി കയറ്റിക്കൊണ്ടുപോകുന്ന കാഴ്ച കാണാൻ സാധിച്ചു. മണിക്കൂറുകൾക്കകം തിരുവനന്തപുരത്തിൻ്റെ മുഖഛായ തന്നെ മാറുകയായിരുന്നു. തങ്ങളുടെ നഗരത്തിൻ്റെ സൗന്ദര്യം ഇത്ര കണ്ട് ഉണ്ട് എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയ ഒരു സന്ദർഭം കൂടിയായിരുന്നു അത്. നഗരത്തിൽ വഴി കാണാതെ വിഷമിച്ചിരുന്ന ആളുകൾക്ക്, അതായത് ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും നാട്ടിയിരുന്നതിനാൽ കൊടും വളവുകളിൽ പോലും വഴി കാണാതെ വിഷമിച്ചിരുന്നവർക്ക് വലിയ സന്തോഷമായി. കാരണം വഴി അങ്ങേയറ്റം വരെ, തങ്ങളുടെ കാഴ്ചയ്ക്ക് അപ്പുറം വരെയുള്ള വഴികൾ കാണാൻ സാധിക്കുന്ന വിധത്തിൽ റോഡ് നീണ്ടു നിവർന്ന് കിടക്കുന്നു. അവിടെ യാതൊരു ഫ്ലക്സുകളും കൊടിതോരണങ്ങളും ഇല്ല. സുഖമായി വാഹനം ഓടിച്ചു പോകാം, കാൽനട യാത്രക്കാർക്ക് നടക്കാം എന്നുള്ള ഒരു അവസ്ഥ വന്നു ചേർന്നു. ചരിത്രത്തിൽ രേഖപ്പെടുത്തേണ്ട ഒരു വിധി തന്നെയാണ്, ഒരു ഉത്തരവ് തന്നെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഇടപെടൽ മൂലം ഉണ്ടായിരിക്കുന്നത്. സർക്കാർ എങ്ങനെയാണ് ഒരു ന്യായാധിപന്റെ മുന്നിൽ മുട്ടുമടക്കി ആ കോടതി കൊടുക്കുന്ന ഉത്തരവ് പാലിക്കുന്നതും അതിനുവേണ്ട ഉത്തരവ് ഇറക്കുന്നതും എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. സർക്കാരിൻ്റെ ഈ ഉത്തരവിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയ ഈ ഉത്തരവ് പ്രകാരമാണ് നഗരസഭ അധ്യക്ഷന്മാർക്ക് തിരുവനന്തപുരം നഗരത്തിലെ ഫ്ലക്സുകൾ ഒറ്റ ദിവസം കൊണ്ട് നീക്കം ചെയ്ത് തിരുവനന്തപുരം ഫ്ലക്സ് വിമുക്ത നഗരമാക്കി മാറ്റാൻ സാധിച്ചത്. അതിമനോഹരമായ നഗരത്തിൻ്റെ ഭംഗി ജനങ്ങൾക്ക് ആസ്വദിക്കാനും കാഴ്ചകൾ കാണുവാനും വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് കാഴ്ച മറയ്ക്കാതിരിക്കുവാനുള്ള സൗകര്യമുണ്ടായത്. ഇത്തരത്തിൽ ഒരു നടപടി നഗരസഭയെ കൊണ്ട് എടുപ്പിച്ചതിന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ ബിഗ് സല്യൂട്ട് അർപ്പിക്കുന്നു. ഇതുപോലുള്ള ന്യായാധിപന്മാരുണ്ടെങ്കിൽ ഭരണകക്ഷിയുടെ അതിക്രമങ്ങളും അക്രമങ്ങളും അല്ലെങ്കിൽ ധാർഷ്ട്യവും കണ്ടും മടുത്ത് ചെകിടിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കും. നാട്ടിൽ അപകടങ്ങൾ കുറയ്ക്കുവാൻ ഇത് വലിയ വഴിയൊരുക്കും. എന്തായാലും നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു നടപടിക്ക് നാന്ദി കുറിച്ചുകൊണ്ട് കൃത്യമായൊരു ഉത്തരവിട്ടുകൊണ്ട് സർക്കാരിനെ കൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിപ്പിച്ചു മാലിന്യ മുക്തമാക്കിക്കൊണ്ട് ഫ്ലക്സ് മാലിന്യ മുക്തമായ തിരുവനന്തപുരം സൃഷ്ടിച്ചതിന് വീണ്ടും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന് ഒരു ബിഗ് സല്യൂട്ട്.